കിടപ്പുണ്ട്. ഇത് ചാടി ചാടി എനിക്കിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ. ഓ, ഇത്രയും മീനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഓ, അടിപൊളി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ദേ ഇടുക്കിയിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവിടെ ഈ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്കങ്ങനെ അങ്ങ് ഇടുക്കിയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പോകാം കേട്ടോ. സ്കിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എവിടെയാണെന്ന് മനസ്സിലായോ? ഇടുക്കി ജില്ലയിലെ നമ്മൾ ഇരട്ടിയാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഡാമിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ കുറച്ച് ഫിഷിങ്ങിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തു നിന്ന് നേരെ വരുന്ന വഴിയാണ്. അപ്പം ആകെ ടയേർഡാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയി. അപ്പോൾ നമുക്ക് എത്ര നേരം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ലൈറ്റ് പോകും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര നേരം ഇവിടെ നിന്ന് ചൂണ്ടയിടാൻ പറ്റും അല്ലെങ്കിൽ മീനെ പിടിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അത് അനുസരിച്ച് നമ്മളിവിടെ നിൽക്കും. അപ്പോൾ ലൈറ്റ് പോകുന്നതനുസരിച്ച് നമ്മൾ ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മീനെ കിട്ടിയില്ലെങ്കിലും വേണ്ടുകയല്ല, നമ്മളിവിടുത്തെ ഈ കാഴ്ചകളും ഒക്കെ നിങ്ങളൊന്ന് കാണിച്ചാൽ ഭയങ്കര രസകരമായ മനോഹരമായ പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ വല വീശുന്നവരുണ്ട്, ചൂണ്ടയിടുന്നവരുണ്ട്, ഏറ് ചൂണ്ടയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്, ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ഇവിടെ നിന്ന് ചൂണ്ടയിടാൻ പോവാണ്. അപ്പോൾ ചൂണ്ടയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡാമിലെ കാഴ്ചകളും അതുപോലെ തന്നെ നമുക്ക് ചൂണ്ടയൊക്കെ ഇട്ട് നമുക്കിവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴേക്ക് പോകണം. അതുകൊണ്ട് ഈ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ പതിയെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇരട്ടിയാർ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നത് ഇതിൻ്റെ കുറച്ചപ്പുറത്തൊരു ടണലുണ്ട്. ആ ടണൽ വഴി വെള്ളം അഞ്ചുരുളിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടുന്ന് നമ്മുടെ ഇടുക്കി ഡാമിലോട്ടും അതുപോലെ എൻ്റെ മൂലമറ്റം പവർ ഹൗസിലോട്ടും ഒക്കെ വെള്ളം കൊണ്ടുപോകുന്നതൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു ഡാമാണിത്. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വലയൊക്കെ കെട്ടിയിട്ടുണ്ട്, നമുക്ക് കാണാം. ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇഷ്ടം പോലെ വലയെല്ലാം വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് കാണാമോയെന്ന് എനിക്കറിയത്തില്ല. സ്ക്രീനിൽ ഇവിടെ വല കെട്ടിയേക്കെന്ന് പറഞ്ഞാൽ വലയുടെ അയ്യർ കളിയാണെന്ന് പറഞ്ഞാൽ തുരാന്ന് വല കെട്ടിയേക്കുവാണ്. അപ്പോൾ നമ്മൾ ചൂണ്ടയിട്ടാൽ മിക്കവാറും വലയിൽ ചൂണ്ട കുടുങ്ങും എന്നുള്ളൊരു ഇതിലാണ്.
ഇവിടെ മനുഷ്യർ മുഴുവൻ വല എന്ന് പറഞ്ഞാൽ വല മാത്രമേ കാണാനുള്ളൂ, മറ്റൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ ഇതേണ്ട മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നേക്കുവാണ്. അപ്പോൾ ഒരു പ്രത്യേകതരം വല യൂസ് ചെയ്താണ് നമ്മളിന്ന് വീശാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുക്കിയിലാണ്, നമ്മുടെ ഇരട്ടിയാർ ഡാമിൻ്റെ സൈഡിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ നമ്മൾ വല വീശാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ വല വീശുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായ നമ്മുടെ നിക്സൺ ചേട്ടനാണ്. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ കൂട്ടത്തിൽ കൂടിയേക്കുവാണ്. അപ്പോൾ ചേട്ടനാണ് നമുക്ക് വേണ്ടി ഇന്ന് വല വീശി തരാൻ പോകുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് വലയൊക്കെ വീശും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ തന്നെയാണ് ഇടുക്കിയിലെ ഒരു നമ്പർ 1 മീൻപിടുത്തക്കാരിൽ ഒരാളാണ് പുള്ളിക്കാരൻ. അപ്പോൾ എവിടെയുണ്ടോ മീനുണ്ടെങ്കിലും പുള്ളി പോയി പിടിക്കുന്ന ഒരു ടീമാണ്. അതുപോലെ തന്നെ ഈ പല രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണ്. എത്ര ആഴമുള്ള സ്ഥലത്താണെങ്കിലും പുള്ളിക്കാരൻ ചാടാനൊന്നും ഒരു സ്കൂബ ഡൈവർ കൂടിയാണ്. കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ അപകടമോ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ തന്നെ ഈ ഫയർഫോഴ്സുകാർ നമ്മുടെ നിക്സൺ ചേട്ടനെ കൂടെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാനും കൂടെ വള്ളത്തെ കയറി ഇവിടുത്തെ ഈ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാവേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു യാത്ര പോയേക്കാം. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ അതും ഫ്രീ ആയിട്ട് നമുക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ടുപോകാം. അപ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം വരണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം അല്ലേ. ഈ ഇരട്ടിയാർ ഡാമിൽ കൂടി ഒരു വള്ളത്തിൽ ചെറിയൊരു യാത്രയാണേ. അപ്പോൾ മീൻ ദേ താഴെ കിടപ്പുണ്ട്, ചാടി ചാടി എനിക്കിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വെള്ളം എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ അഞ്ചുരുളിയിലോട്ടാണോ? ഇരട്ടിയാറ് അയ്യോ, ഈ മീൻ ചാടി പോവോ? ഇല്ലേ, ഇത് ഭയങ്കര ചാട്ടം ഇവിടെ കിടന്ന. അത് സാരമില്ല. അപ്പോൾ ഈ വള്ളത്തേലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കുറച്ച് ബാലൻസ് ഒക്കെ വേണം അല്ലേ ചേട്ടാ? ഇപ്പം എനിക്ക് നല്ല ബാലൻസ് ഉണ്ട്. എനിക്കും വലിയ ബാലൻസ് ഒന്നും ഇല്ല. അപ്പം ഇങ്ങനെ വള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, വള്ളത്തിൽ കയറിയിട്ടുള്ളവർക്കറിയാം വള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെട്ടും. അപ്പം അതിനനുസരിച്ച് നമ്മളിങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി. അപ്പം പേടിച്ച് പോയാൽ പോവും. അപ്പം അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ വീണ്ടും വീശാനായിട്ട് അങ്ങോട്ട് പോയേക്കുവാണ്. അപ്പോൾ നമുക്ക് വീശി വരുമ്പോൾ നോക്കാം മീനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇവർ ഇപ്പോൾ സാധാരണ വരുമ്പോഴേ നമ്മൾ തീറ്റ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് സ്ഥലത്തായിട്ട് ഇട്ട് വയ്ക്കും. അത് ചെറിയ ചെറിയ ഇങ്ങനെ ബോളുകളാക്കി അങ്ങോട്ട് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പിന്നീടാണ് ഓരോ സ്ഥലത്തൂടെ പോയി വീശി പൊളി. അപ്പോൾ ഈ വല വീശലെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വീശലാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഇത് മുഴുവൻ നല്ല വിരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ വല, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വലയുടെ പ്രത്യേകത ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ചെലവ് കുറഞ്ഞ ഒരു പരിപാടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വല മേടിക്കുന്നവരും അതുപോലെ തന്നെ വല ഉണ്ടാക്കുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു മാർഗം സ്വീകരിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വല വിരിഞ്ഞൊക്കെ വരും. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ അടുത്ത വീഡിയോ കാണുക. വീശി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, കിട്ടിക്കുന്ന മീനെയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇഷ്ടം പോലെ മീനെ കിട്ടിയിട്ടുണ്ട്. ഒറ്റ വീശിൽ തന്നെ ഇത്രയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്കവർക്കും അറിയാം എന്താണ് വലയുടെ പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് മീനെ കിട്ടാത്തത്, വീശുമ്പോൾ എന്തെല്ലാം
പ്രശ്നങ്ങളാണ് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയെല്ലാം ഉടക്കും, ചപ്പയിലും അതെല്ലാം ഉടക്കി മണികളൊക്കെ കല്ലിലൊക്കെ ഉടക്കി അവിടെ ഇരിക്കും, അല്ലെ മണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങി വിരിയാതെ പോകും. അങ്ങനെ പല പല പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ട് നമുക്ക് മറ്റൊരു മാർഗ്ഗമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും മിസ് ചെയ്യാതെ കാണുക. നല്ല അടിപൊളി ഒരു മരം പൂത്ത് നിൽപ്പുണ്ട്. ഇതെന്നായിരുന്നു? ഇതിനെന്നെ നീർമരുത് എന്ന് പറയുന്ന മരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പൂവൊക്കെ പോയതാണ്. അപ്പോൾ ഇത് ഒരു സമയത്ത് നിറച്ചും പൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പോലും കാണാൻ പാടില്ലാത്ത അത്ര ഇതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് മുഴുവൻ പൂത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആ രസമൊക്കെ അങ്ങോട്ട് പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല പൂക്കളുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിലൊക്കെ നിന്ന് ചൂണ്ടയിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വരവ് മോശമായില്ല. എന്ത് വലയല്ലേ കിട്ടിയേക്കുന്നേ? ആ, നോക്കുന്നല്ലേ. നമ്മൾ വല്ല ഉണ്ടോ, ഇട്ടിട്ടുണ്ടോ? ആണോ? ഇത്തേ കിട്ടുമോ മീനൊക്കെ? ഉടക്കി കിടക്കുമായിരിക്കും അല്ലേ? ആണോ? അല്ലാതെ ഇങ്ങനെ കിടന്നാൽ ഉടക്കത്തില്ല. പക്ഷെ എന്ത് വലയല്ലേ ഇങ്ങനെ ക്രോസ് കെട്ടിയേക്കുന്നല്ലേ? അപ്പോൾ നമ്മുടെ വരവെന്തായാലും ഒട്ടും മോശമായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മീനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടുക്കിക്കാരൻ നമ്പർ 1 മീൻപിടുത്തക്കാരനായി നമ്മുടെ നിക്സൺ ചേട്ടൻ്റെ കൂട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വേണ്ട നമ്മുടെ വീശി എടുത്തപ്പോൾ കിട്ടിയത് മീനിനെയൊക്കെ ഉണ്ടാവും. ഇതാണ് റോഹു അല്ലേ? അപ്പോൾ ഇതാണ് റോഹു. അപ്പോൾ ഇത് അത്യാവശ്യം സൈസുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളതാണ്. അപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ട്. അടിപൊളി കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വള്ളത്തേൽ ഇങ്ങനെ ഈ ഡാമിൽ കൂടെ ഒരു റൗണ്ട് വെച്ച് ഇങ്ങനെ പോവാണ്. ചെറുചാട്ടനാണ് തുഴയുന്നത്. മണിക്കായപ്പോൾ വന്നു.
വന്ന് അവർ ഇവിടെയൊക്കെ തീറ്റയൊക്കെ ഇട്ട് വെച്ച് അവർ പതുക്കെ വീശാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അപ്പോൾ നമ്മളും ജോയിൻ ചെയ്തത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഇത്രയും മനോഹരമായ കാഴ്ചകളും ഒക്കെ ഇതിനകത്ത് പകർത്തിയെടുത്ത് നിങ്ങളെ കാണിച്ചത് എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാലും നമ്മൾ ഇനി ഇടുന്ന നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടിപൊളി ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.